കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. സംഘം എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണെന്ന് പോലീസ് കണ്ടെത്തി. അതിനിടെ അന്നൂസിനെ തട്ടിക്കൊണ്ടുപോയവർ പരപ്പാറയിലൂടെ കാറിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ പരപ്പാറയിലെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ 7 അംഗ സംഘമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ആദ്യം ബൈക്കിലെത്തിയ 2 പേരാണ് അന്നൂസിന്റെ ജ്യേഷ്ഠൻ വിദേശത്തുള്ള അജ്മൽ റോഷനുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വീട്ടുകാരുമായി തർക്കിച്ചത്. പിന്നാലെ ആയുധങ്ങളുമായി കാറിൽ വന്ന 5 അംഗ സംഘം അന്നൂസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ ബലം പ്രയോഗിച്ച് കാറിനകത്തേക്ക് പിടിച്ചുകയറ്റാൻ ശ്രമിച്ചു. അതിനിടെ ഭാര്യ ജമീല ഓടിയെത്തി ഇവരെ പിടിച്ചുവെച്ചതോടെ റഷീദിനെ ഒഴിവാക്കിയ സംഘം തൊട്ടടുത്തുണ്ടായിരുന്ന മകൻ അന്നൂസിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വെള്ള സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ പരപ്പാറ അങ്ങാടിയിൽ ചായ കുടിക്കാൻ ഇറങ്ങുന്നതിന്റെ ദൃശ്യവും ശേഖരിച്ചിട്ടുണ്ട്. അന്നൂസിന്റെ ജ്യേഷ്ഠൻ അജ്മൽ റോഷനുമായി അക്രമി സംഘത്തിന് 35 ലക്ഷം രൂപയുടെ ഇടപാടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതേ സംഘം 2 തവണ വീട്ടിലെത്തി നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. കൂടാതെ ജോലി ചെയ്യുന്ന കടയിലെത്തിയും ഭീഷണി മുഴക്കിയതോടെ അന്നൂസ് ജോലി ഉപേക്ഷിക്കുകയാണുണ്ടായത്. അക്രമി സംഘത്തിൻ്റെതെന്ന് കരുതുന്ന കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.